ഹലോ ഐ എം സി ഇന്ദു ഭാവന ആൻഡ് വെൽക്കം ടു ദ CA ഡെസ്ക്. ഇന്നത്തെ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു വീഡിയോ കണ്ടു തരാം. Vijay Mallya has never borrowed a single rupee from anybody ever. It was Kingfisher Airlines, the running company, that borrowed. I was a guarantor. ഈ വീഡിയോയിൽ വിജയ് മല്യ പറയുന്ന ഒരു കാര്യമുണ്ട്. വിജയ് മല്യ എന്ന് പറഞ്ഞ വ്യക്തിയല്ല, മറിച്ച് കിങ്ഫിഷർ എയർലൈൻസ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ആ ലോൺ എടുത്തിരിക്കുന്നതെന്നും വിജയ് മല്യ ഒരു പേഴ്സണൽ ഗ്യാരണ്ടർ ആയിരുന്നെന്നുമാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, കിങ്ഫിഷർ എയർലൈൻസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഓണറാണ് വിജയ് മല്യ, അപ്പോൾ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമില്ലല്ലോ. പക്ഷേ അതങ്ങനല്ല. ഇന്ത്യയിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെന്നെങ്കിൽ കമ്പനീസ് ആക്ട് 2013 പ്രകാരം രജിസ്റ്റർ ചെയ്യണം. അതേ കമ്പനീസ് ആക്ട് 2013 രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ കമ്പനിക്കും ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി ടാഗ് നൽകുന്നുണ്ട്. അതാണ് ഈ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. അപ്പോൾ എന്താണ് ഈ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി? ഈ കോൺസെപ്റ്റ് പറയുന്നത് ബിസിനസ് ഓണേഴ്സും കമ്പനിയും എൻ്റയർലി ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള രണ്ട് പേഴ്സണാലിറ്റി ആയിരിക്കും. കമ്പനിക്ക് അതിൻ്റേതായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്, ഒബ്ലിഗേഷൻസോ ലയബിലിറ്റീസോ ഉണ്ട്, ഒരു ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, സ്വന്തം പേരിൽ വസ്തു മേടിക്കാം, സ്വന്തം പേരിലുള്ള വസ്തുക്കൾ വിൽക്കാം, ആർക്കെങ്കിലും എഗൻസ്റ്റ് കേസ് ഫയൽ ചെയ്യാം, ആർക്ക് വേണമെങ്കിലും കമ്പനിക്ക് എഗൻസ്റ്റ് വേണമെങ്കിലും കേസ് ഫയൽ ചെയ്യാം, ആവശ്യമുണ്ടെങ്കിൽ ലോൺ വരെ എടുക്കാം. ഈ പ്രിൻസിപ്പിള് ബിസിനസ് ഓണേഴ്സിനാണ് ശരിക്കും ഹെൽപ്ഫുൾ ആയിട്ട് വരുന്നത്. ബിസിനസ് ഓണേഴ്സിന് കമ്പനിയുടെ ലയബിലിറ്റി തീർക്കാനായിട്ട് അവരുടെ പേഴ്സണൽ അസറ്റ് കൊണ്ടുവന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി ഒരിക്കലും വരില്ല. പക്ഷേ ഈ പ്രിൻസിപ്പിൾ ഉണ്ടായിട്ടും വിജയ് മല്യയ്ക്ക് എന്തുകൊണ്ട് ഇത്രയും പ്രശ്നങ്ങൾ സംഭവിച്ചു? ഒന്ന്, വിജയ് മല്യ ആ ലോണിന് വേണ്ടിയിട്ട് പേഴ്സണൽ ഗ്യാരണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. രണ്ട്, ലിഫ്റ്റിംഗ് ദി കോർപ്പറേറ്റ് ലീഗ്, അതായത് ടാക്സ് ഇവേഷൻ, ഫ്രോഡിലന്റ് ആക്ടിവിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഇലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റി. അതും പോരാണ്ട് ഈ കമ്പനി തന്നെ ഒരു ഷാം കമ്പനി ആണെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നതാണ് ലിഫ്റ്റ് ഇൻ ദി കോർപ്പറേറ്റ് വീൽ. അപ്പോൾ വിജയ് മല്യയുടെയും കിങ്ഫിഷർ എയർലൈൻസിന്റെയും കാര്യത്തിൽ സംഭവിച്ചത് വിജയ് മല്യ അവിടെ പേഴ്സണൽ ഗ്യാരണ്ടി നൽകിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ബാങ്ക് പറയുന്നത് ബാങ്കിൽ നിന്നും ലോൺ എടുത്തപ്പോൾ പറഞ്ഞ പർപ്പസിനല്ല, അല്ലാത്തൊരു പർപ്പസിന് വേണ്ടിയിട്ട് ഈ പൈസ മിസ്യൂസ് ചെയ്തു എന്നുള്ളൊരു അലിഗേഷൻ കൂടിയുണ്ട്. അപ്പോൾ ഈ രണ്ട് കോൺസെപ്റ്റും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലത്തെ വീഡിയോ കാണാനായിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക, കൂടാതെ യൂട്യൂബ് പേജും സബ്സ്ക്രൈബ് ചെയ്യുക.